കപടമാം ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എനിക്കൻ പരാജയം. ചങ്ങമ്പുഴയുടെ വരികൾ ബഹുമാന്യനായി അന്തരിച്ച ആത്മഹത്യ ചെയ്യേണ്ടി വന്ന തിരുമല അനിലിൻ്റെ ദേഹവിയോഗത്തിലുള്ള വേദന, ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സതായിരുന്നു. അവസാനം നമ്മുടെ നാട്ടിൽ മുഴുവൻ വർഗീയ കലാപം നടത്തുകയും വർഗീയ വിദ്വേഷമെല്ലാം നടത്തുകയും ചെയ്തിട്ട് മരണവീട്ടിൽ വന്ന് സേവാഭാരതി കാണിക്കുന്ന ഒരു വ്യാജമായിട്ടുള്ള ഒരു കരച്ചിലും ആ അനുശോചനത്തിൽ പങ്കെടുക്കലും ഒക്കെ ഉണ്ടല്ലോ, ആ ഷോ എൻ്റെ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് 10,000 രൂപ തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ഒരു BJPയുടെ നേതാവും ഒരു വെള്ളി രൂപ മുടക്കാൻ പാടില്ല എന്ന ശാഠ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനായി 10,000 രൂപ കരുതി വെച്ച് മാറ്റിവെച്ചിട്ട് ആത്മഹത്യക്കുറിപ്പ് എഴുതി അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയത്. CPM-മായി കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഈ ദുര്യോഗമുണ്ടായി എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്ന ആന്തരികമായ വൈരുദ്ധ്യങ്ങളുടെയും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ കുഴപ്പങ്ങളുടെയും തെളിവുകളിലേക്ക് സൂചനയാണ്. ഈ BJP ഇന്ത്യ മുഴുവൻ സഹകരണ സംഘങ്ങളെ വിഴുങ്ങാൻ വന്നിരിക്കുകയാണ്. അമിത്ഷാ അതിന് പ്രത്യേക മന്ത്രിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു ബാങ്കിനകത്ത് തെറ്റായ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ നടപടി എടുത്തു കേരളത്തിലെ LDF സർക്കാർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ. പക്ഷെ കരുവന്നൂർ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPM-നെ ആകെ അഴിമതിക്കാരെന്ന നിലയ്ക്ക് കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു നില നമ്മൾ കണ്ടു. ഞങ്ങളവിടെ ഒരു സമീകരണത്തിന് പോയിട്ടില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരൊക്കെ തന്നെ പുൽപ്പള്ളി ബാങ്കിലോ മറ്റു ബാങ്കുകളിലോ നടത്തിയ ക്രമക്കേടിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ സ്വയം ന്യായീകരിക്കാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തത് ബാങ്കിൽ നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അതിനുവേണ്ടി പണം പിരിച്ചു. ആ പണം തിരിച്ചു കൊടുക്കാമെന്ന് കരാറുണ്ടാക്കി. അവസാനം DCC അവർക്ക് ജോലി കൊടുക്കാതെ വന്നപ്പോൾ ഇതുപോലെ അന്തരിച്ച ശ്രീ അനിലിനെ പോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനായ ശ്രീ വിജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബം പണയം വെച്ചിട്ടാണ് ആ പണം തിരിച്ചു കൊടുത്തത്. തൻ്റെ മകന് വിഷം കൊടുത്തു ആ മനുഷ്യന് മരിക്കേണ്ടി വന്നു. ഞങ്ങളിത് സമീകരിക്കാൻ ഉപയോഗിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ തെറ്റായി പ്രവർത്തിച്ചിട്ടുള്ളിടത്ത് ഞങ്ങൾ രാഷ്ട്രീയ നടപടി എടുത്തിട്ടുണ്ട്, സംഘടനാ നടപടി എടുത്തിട്ടുണ്ട്. അവിടെ നിയമവാഴ്ച ഉറപ്പുവരുത്തിക്കൊണ്ട് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിൽ ഞങ്ങൾ അറച്ചു നിന്നിട്ടില്ല. പക്ഷേ വലതുപക്ഷത്തിൻ്റെ 2 മുന്നണികളും ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് തുറന്നു കാട്ടപ്പെട്ടു. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം വിദ്വേഷജനകമായി വർത്തമാനം പറയുന്നതിൽ മടിയില്ലാത്ത ആളാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇന്നത്തെ മുഖം, അല്ലെങ്കിൽ ക്രൗര്യം നിറഞ്ഞ ഈ മുഖം ഇപ്പോഴല്ല നമ്മൾ കാണുന്നത്. അവിടെ നമ്മുടെ അങ്കമാലിക്കടുത്തൊരു ധ്യാനകേന്ദ്രത്തിലൊരു സ്ഫോടനമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കറിയാമായിരുന്നല്ലോ. ഫേസ്ബുക്കിനോട് അതിൻ്റെ ഉറവിട സംബന്ധിച്ചുള്ള പരിശോധന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ആരാണെന്നുള്ളത് നാട്ടിലെ മനുഷ്യന്മാർക്കെല്ലാം അറിയാം. ഈ കേരളത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം തന്നെ കണ്ടില്ലേ, കടന്നാക്രമണ ശൈലി തന്നെ കണ്ടില്ലേ. എന്നിട്ടാണ് ഫാസിസം ചെയ്യുന്നത് പോലെ എതിരാളികൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നത്. ഇതിവിടെ തുടങ്ങിയതല്ല. ജർമ്മനിയിലെ പാർലമെന്റിന് തീയിട്ടിട്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതാണ് എന്ന് അവിടെ ഹിറ്റ്ലർ പറഞ്ഞത് തന്നെയാണ്, മുസോളിനി പറഞ്ഞത് തന്നെയാണ് ഇവിടെ മോദി ചെയ്യുന്നത്. മോദി ചെയ്യുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസ് ആരെങ്കിലും വിളിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പോലീസ് വിളിപ്പിച്ചതായി ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന നമ്മുടെ ആളുകൾ BJP പ്രവർത്തകരല്ലാതെ ആരാണ്? അവർ പണം കൊടുത്തത് കൊണ്ടല്ലേ, പണം അടയ്ക്കാത്തത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് പ്രതിസന്ധി വന്നത്. അവസാനം പാർട്ടി ഇടപെട്ട് ഈ പണം തിരിച്ചു വാങ്ങിച്ച് എന്നെ രക്ഷിക്കണം, ഈ സ്ഥാപനത്തെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ആട്ടിവിട്ടു, ആശയറ്റുപോയി. ഇനി ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇരിക്കുവോളം എനിക്ക് ഈ പാർട്ടിയിൽ നിന്നല്ല ഗതി കിട്ടില്ല ഈ ലോകത്ത് എന്ന് കരുതിയപ്പോൾ BJP ഭരിക്കുന്ന ഇന്ത്യയിലാണ് BJPയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുള്ള ഈ ക്രൂരമായ പെരുമാറ്റം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്തിനാണ് അദ്ദേഹം മരിച്ചപ്പോൾ ശാന്തി കവാടത്തിലേക്ക് പോകാഞ്ഞത്? കുറ്റബോധമില്ലേ? യഥാർത്ഥത്തിൽ ഈ മരണത്തിലേക്ക് അനിലിനെ തള്ളിവിട്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമാനസനുള്ള ഒരു ഫാസിസ്റ്റ് നേതാവാണ്. അദ്ദേഹം ഉത്തരം പറയണം. ആ മുഖത്തെ ക്രൗര്യം നമ്മൾ കണ്ടില്ലേ? എന്താണ് ആ ക്രൗര്യത്തിൻ്റെ അർത്ഥം?
പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടൂ. കേട്ടിട്ടില്ലേ? പുരാണത്തെ കേട്ടിട്ടില്ലേ? ഒരു കൈരളി റിപ്പോർട്ടർ ഒരു വനിത ചോദ്യം ചോദിച്ചാൽ സൗമ്യതയോടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വർത്തമാനം പറഞ്ഞു പോകേണ്ടതിന് പകരം സുരേഷ് കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറുന്നത് കണ്ടു. BJPയുടെ ഒരു വക്താവായ സുരേഷ് അല്പം കൂടെ മര്യാദയ്ക്ക് പെരുമാറുന്നത് കണ്ടു. ഈ ആളോ? ഇദ്ദേഹം എവിടുന്ന് വന്നു? ഇദ്ദേഹം മലയാളിയാണോ? കെട്ടിയിറക്കിയിരിക്കല്ലേ? കേരളം കടൽ കടത്തും ഇത്തരം ആളുകളെ. അതുകൊണ്ട് തുറന്നു കാട്ടപ്പെട്ടത് BJP ആണ്, തുറന്നു കാട്ടപ്പെട്ടത് സംഘപരിവാരാണ്. അവരെത്ര മാർച്ച് നടത്തിയാലും BJPക്ക് രക്ഷപ്പെടാനാവില്ല. ഈ പറയുന്ന യാഥാർത്ഥ്യപൂർണമായ അനുഭവങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അനിൽ തുറന്നു കാട്ടിയത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ കാപട്യത്തെ മുഴുവനായിട്ടാണ്.